എടാ നീ വണ്ടി കൊണ്ടുവരണ്ടാന്ന്. നീ വണ്ടി കൊണ്ടുവരണ്ട, ഞാൻ ബസ്സിന് കയറി വന്നോളാം. വണ്ടി കൊണ്ടുവരണ്ട ഞാൻ പറഞ്ഞില്ലേ. എന്തിനു വെറുതെ പെട്രോൾ എത്തിക്കുന്നേ? നിനക്ക് വണ്ടി ഉണ്ടാകുന്ന ഞാൻ ഇവിടെ ബസ്സിലല്ലേ വന്നിന്. വലിയ വണ്ടിയില്ല പൗറാൻ. ഇത് ഇത്ര വലിയ ബച്ചനാട് പറഞ്ഞ കേക്ക്. ഞാൻ നേരത്തെ നിന്നോട് കുറെ കാര്യം പറഞ്ഞു, അത് ചെയ്തിട്ട് വാ. അതേ വർത്താനം പിള്ളേർക്കല്ല ഇങ്ങനെ അഹമ്മതി. നിങ്ങളുടെ പേരെന്താ? രാഘവൻ. രാഘവൻ. നിങ്ങൾ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഞാൻ കുറച്ചപ്പറ. കുറച്ചപ്പുറം എന്ന് പറയുമ്പോ എവിടെ? കാഞ്ഞിരങ്ങാട്ട്. കുറച്ചപ്പുറം കാഞ്ഞിരങ്ങാട്. കാഞ്ഞിരങ്ങാട് എവിടെയാ? കാഞ്ഞിരങ്ങാട് അമ്പലത്തിന്റെ അടുത്ത്. ഈ അമ്പലത്തിന്റെ അടുത്ത് പറയുമ്പോ? അമ്പലത്തിന്റെ പടിഞ്ഞാറ്. അമ്പലത്തിന്റെ പടിഞ്ഞാറ് എന്ന് പറയുമ്പോ അതെവിടെ? അമ്പലത്തിന്റെ പടിഞ്ഞാറ് നിങ്ങൾക്ക് എവിടെയല്ല അറിയാ? അല്ല, അവിടെ എനിക്ക് കുറെ ആൾക്കാരെ എനിക്ക് അറിയേ. അമ്പലത്തിന്റെ പടിഞ്ഞാറ് എവിടെയാന്ന് പറഞ്ഞ? അമ്പലത്തിന്റെ പടിഞ്ഞാറ് 1/4 കിലോമീറ്റർ അപ്പുറം. കിലോമീറ്റർ എന്ന് പറയുമ്പോ 1/4 കിലോമീറ്റർ അപ്പുറം. അതിലൊന്നും പിന്നെ പറയണ്ടേ? അപ്പൊ അവിടെ ഈ ചെണ്ട കൊട്ടണ രാമകൃഷ്ണൻ അറിയോ? രാമകൃഷ്ണൻ അറിയും. അയാളിപ്പോ എന്താ കൊട്ടാത്ത്? അയാളെന്താ കൊട്ടാത്ത? ഞാനെങ്ങനെ പറയുന്നത്? അല്ല, അപ്പൊ നിങ്ങൾ അയാളുടെ അയലൊക്കെ അല്ലേ? എടാ നീ ആടെ ഇല്ല ഇപ്പൊ? നേരത്തെ പറഞ്ഞാലും മാറ്റി. നീ വണ്ടി എടുത്തിട്ട് വന്നേ. ഞാൻ ഈ വെയിറ്റിംഗ് ഷെഡ് കഴിഞ്ഞിട്ട് പടിഞ്ഞാറോട്ട് നിൽക്കാം. വേഗം പറഞ്ഞിട്ടാ, അതൊരു സുഖമില്ല. ആരേനെ വിളിച്ച്? എന്റെ അമ്മേന്റെ നായന്റെ മോനെ. അയാളിപ്പോ എന്തിനാ എന്നോട് ചൂടായി? അതിനിപ്പോ ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? മറ്റേ ഏണി പറഞ്ഞു എവിടെയാണ് ഇത്? എവിടെ? ഇത് ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഒരു കണ്ടല്ലോ നമ്മളിപ്പോ. അപ്പൊ ഇന്നലെ പൂരപ്പുറ മറ്റേ ഗാനമേളയുടെ അവിടെ ഇവിടെ പോയി. ഗാനമേളന്റെ ഞാൻ സത്യേട്ടനെ കുറെ നോക്കി, പക്ഷെ നോണ പറയരുത്. അല്ല സത്യേട്ട, സത്യമായിട്ട് ഞാൻ ഒരുപാട് നോക്കി. പിന്നെ പാട്ടൊക്കെ ഭയങ്കര ബോറ്. എങ്ങനെ അവിടെ നിൽക്കൂ? പാട്ട് എന്ത് ബോറ്? പാട്ട് എന്ത് പഴയ പാട്ട്. ഈ പാതിരാത്രിക്ക് 12 മണിക്ക് പാട്ട് കേക്കട്ടെ നീ. അത് കേട്ടല്ലോ. ഇല്ല, ഈ 2 പോണ കഴിഞ്ഞിട്ട് പോയി. അപ്പൊ സത്യേട്ടൻ എവിടെ ഉണ്ട്? ഞാൻ അവിടെ ഉണ്ടായി. അത് ശരി, ഞാൻ കുറെ നിന്നാണ്. പിന്നെ സത്യേട്ടൻ എവിടെയും കണ്ടില്ല. മുങ്ങി. അതാണ് ഉണ്ടായത്. ഇവിടെ മുങ്ങാൻ ഞാൻ എവിടെയും മുങ്ങിയിട്ടില്ല. ആ ചുറ്റോടത്തൊക്കെ ഉണ്ടായിരുന്നു. അതെ,
സത്യം പറയ്, എന്ത്? എവിടെ മറ്റേ സാധനം, ഏത് സാധനം? നമ്മള് മിക്സ് ചെയ്ത സാധനം? എന്റെ സത്യയുടെ അത് ഒറ്റക്ക് അടിക്കാൻ വേണ്ടിട്ട് പോയി. ആരടിച്ചിന്? എന്തടിച്ചിന്? നീ അടിച്ച്? ഇല്ലെന്ന്. ഞാൻ അടിച്ച്? സത്യം പറ. സത്യമായിട്ട് ഞാൻ ഇതിനെ സത്യമായിട്ടൊരു കള്ളം പറയുന്നത്. ഞാൻ അടിക്കില്ല. അടിച്ച്? ഇല്ല, സത്യമായിട്ട് അടിച്ചു. നോണ പറയരുത്. ഇല്ല, എന്നോട് നോണ പറയരുത്. അത് പറയല്ലോ. പിന്നെ നീ എവിടെ പോയി പറ? ഞാൻ അമ്മ ഒറ്റക്കല്ലേ, ഞങ്ങൾക്ക് അറിഞ്ഞൂടെ. അമ്മക്കിപ്പം തീരെ വയ്യ. എടാ, അമ്മ വീട്ടിലുള്ളൂ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടെ? അല്ലെങ്കിൽ അമ്മ വീട്ടിലുള്ളൂ. എടാ, സാധനങ്ങളുടെ ലിസ്റ്റ് ഒക്കെ വാട്സാപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടാ. അത് നോക്കി എടുത്തു നോക്കി. ഞാൻ തിരിച്ചു വരുമ്പോ എടുത്തോളാം. ഇത് എന്തേ? ആരാ ഇത്? മൊയ് എവിടെയാണ്? എവിടെ നീ? ഞാൻ അവിടെ ഇല്ലേനി. ഞാൻ അവിടെ ഇല്ലേനി. അതിന്റെ 3-4 മാസമായിട്ട് കാണാൻ ഞാൻ മംഗലാപുരത്ത് പോയതിന്. എവിടെ? മംഗലാപുരത്ത് എന്ത് പരിപാടി? ചെറിയ പരിപാടി ഉണ്ട്. എന്ത് പറ? പറയാ. ഞാനേ ഫിഷിന്റെ ചെറിയൊരു ബിസിനസ്. എന്ത്? ഫിഷിന്റെ ചെറിയൊരു പരിപാടി. ഫിഷിന്റെ? നീ ഇവിടെ ചെയ്തോണ്ടിരുന്നല്ലേ? അതെ. അവിടെ പോയിട്ട് കുറച്ചുകൂടി നമുക്കൊന്ന് ഉഷാറാക്കാൻ വേണ്ടിട്ട്. അതന്നെയാണ് ഞാൻ നോക്കിട്ട് കാണാനില്ല. മൊത്തത്തില് നന്നായിട്ടുണ്ട്. ഇല്ല, അവിടെ പോയിട്ട് ബസ്സിലായത് കണ്ട കറുത്തുപോയി. ഭയങ്കര വെയിലാണ്. ഭയങ്കര വെയിലാ മംഗലാപുരത്തെ. അതെ. അപ്പൊ ഇനി ഇങ്ങോട്ട് വരുന്നില്ലേ? വന്നല്ലോ. അതല്ലാന്ന് ഇനി നാട്ടിലേക്ക് മാറ്റില്ല. മാറ്റണം. ശരിയാവും, വരുന്നുള്ളൂ. ഇടയ്ക്ക് കണ്ട ആൾക്കാരൊക്കെ പിന്നെയും കണ്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. എന്തൊക്കെയാന്ന് വെച്ചാൽ ഞാൻ പല ആൾക്കാരോടും ചോദിക്കുകയും ചെയ്തു. അതെ, എവിടെ പോയി ഇതൊക്കെ. അതെ, ഇത് വേറെ കാര്യം. മന്മഥനില്ലേ? മന്മഥന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? എന്ത് പ്രശ്നം എന്താ? അപ്പൊ എന്താ നീ ഒന്നും പറഞ്ഞിട്ടില്ലേ? എന്തോ പ്രശ്നമുണ്ട്. ഉണ്ടോ? ആടാ. അല്ല, ഓനത് തിരക്കലാന്നൊക്കെ. എല്ലാം ഇങ്ങോട്ട് നോക്കേ. എന്തൊക്കെയോ പുറത്തു പോകണമെന്നോ വേറെ എവിടെയാണെന്നൊക്കെ തോന്നുന്നു. എവിടെയാണ്? എന്താണ് ശരിക്കും എനിക്ക് മനസ്സിലായില്ല. ചെറിയൊരു പേര് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതല്ലേ ചോദിക്കണേ. അല്ല, ഞാൻ അറിയാതെ എങ്ങനെയാ പറയണത്? എന്നോട് പറഞ്ഞെന്താ കുഴപ്പം? പറയാ. നിങ്ങള് സാവകാശം തരും പറയാന്ന്. പറ. അതെ, വേറാരും നേരെ എന്നോട് പറഞ്ഞായി. ഞാൻ വേറെ ആരോട് പറയില്ല. വേറാരും പറയരുത്. ഇല്ല. മന്മഥന്റെ ചെറിയ മോളുണ്ടല്ലോ, പഞ്ചാബിൽ പഠിക്കാനല്ലോ. അവളവിടുന്ന് ഏതൊരു പഞ്ചാബിന്റെ കൂടെ പോയിരുന്നു. ശരിക്കും? എന്നിട്ട് അതിന്റെ നാണക്കേടില് മന്മഥൻ മുങ്ങി അടക്കുക. ഇതല്ലേ ഞാൻ ചോദിക്കണത് എന്നോട്. എന്നോട് പറഞ്ഞെന്താ കുഴപ്പം? പറഞ്ഞിപ്പോ ഞാൻ പറഞ്ഞു നിങ്ങള് വേറെ ആർത്തും പറയാൻ നിൽക്കില്ല ചേട്ടാ. കാര്യം വേറെ ആരും അറിയത്. ഞാൻ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേറെ ആരോടും പറയോ ഇല്ലയോ എന്നുള്ളത് നിനക്ക് അറിഞ്ഞോടാ. അറിയാം, അതുകൊണ്ടാ പറഞ്ഞു. പിന്നെന്താ, നമുക്ക് പറ്റിയ സർക്കിളിലേ പറയുള്ളൂ. അല്ലാത്ത അങ്ങനെ പറയണ്ടെന്ന്. അല്ലാത്ത പറഞ്ഞോട് കുഴപ്പമില്ലല്ലോ. എന്തിന് വെറുതെ? ഞാൻ സീക്രട്ടായിട്ട് കിട്ടിയ വിവരമാണ്. അതോ നീ കച്ചവടക്കാരനായിട്ട് ഞാൻ പറയുന്നത്. എന്നാ ശരി. സോഡ എടുക്കട്ടെ? എടുക്ക്. എന്താ നോക്കിക്കണേ? ഇയൊക്കെ കണ്ടല്ലേ. എനിക്കടി കിട്ടി. മൊത്തത്തിലാ കിട്ടി. എന്തൊരു മനുഷ്യനടുത്ത് ഈ തണുത്ത സോഡ ഇങ്ങനെ വെക്കുമ്പോ ഒരു സുഖം.
ആ ഞാനിങ്ങനെ ഇങ്ങനെ പോയപ്പോ കണ്ടപ്പോ ഒന്നിങ്ങനെ കയറിയതാ. മന്മഥൻ ആ ടൗണിലുള്ള കടമുറി വാടകയ്ക്ക് കൊടുത്തു അല്ലേ? കൊടുത്തു. ആർക്കാ കൊടുത്ത്? എൻ്റെ ഒരു ബന്ധുവിന് കൊടുത്തു. ഏത് ബന്ധു അത്? എൻ്റെ എല്ലാ ബന്ധുക്കളെയും താങ്കൾക്ക് അറിയാമോ? ഇല്ലല്ലോ. കുറെ ആൾക്കാരൊക്കെ എനിക്കറിയാലോ. നല്ല ആരാ? അത് ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ വകയിലൊരു ബന്ധുവിന് ഞാൻ കൊടുത്തു. ആഹാ, ചന്ദ്രനെ, കാർത്തിരേച്ചനെ പോലല്ലേ? ഞാൻ അറിഞ്ഞു. ഈ വാടകയൊക്കെ ശരിക്കും കിട്ടണോ നോക്കോട്ടോ. ഞാനത് ഫ്രീ ആയിട്ടാണ് കൊടുത്തത്. വെറുതെ? ആ, വെറുതെ. പിന്നെന്താ? മന്മഥ, ആ ചായക്കാരനെ അവിടെ ഒന്നും കാണാറില്ലല്ലോ, പുറത്തൊന്നും ഇറങ്ങാറില്ല ഇപ്പൊ? ഞാൻ ചായ കൂടി ഒന്ന് കുറച്ചു. എങ്കിലും ഇപ്പൊ നീ ചായ കുടിക്കാനല്ലോ വരുന്നത്, നാലാളായിട്ട് സംസാരിച്ചിരിക്കാറുണ്ടല്ലോ വൈകുന്നേരം, അതിനൊന്നും കാണാറില്ലല്ലോ എന്ന്. കുറച്ച് ദിവസമായിട്ട് ചെറിയ വയ്യായിക. നിന്നെ കണ്ടു കഴിഞ്ഞാൽ അസുഖമുള്ള പോലെ തോന്നുന്നില്ലല്ലോ. എനിക്കല്ല, വൈഫിനാ. വൈഫിനെന്ത് പറ്റി? ഒരു ചെറിയ തലകറക്കവും ശ്വാസം മുട്ടൊക്കെ ഉണ്ട്. എങ്ങനെ? എല്ലാവർക്കും എങ്ങനെയാണ് ചുമയും ശ്വാസം മുട്ടും വരുന്നത് അതുപോലെ തന്നെ. ഡോക്ടറെ കാണിച്ചില്ലേ? കാണിക്കണം. ഏത് ഡോക്ടറെ? തീരുമാനിച്ചില്ല, എങ്കിലും ഒരു നല്ല ഡോക്ടറെ കാണിക്കണം. ബ്രിജോ ജോസും ആൻഡ്രൂസും ഉണ്ട്, രണ്ടാളും നല്ല ഡോക്ടർമാരാ. ആരെങ്കിലും ഒരാളെ കാണിക്കണം, അത് ഞാൻ കാണിച്ചോളാം. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണാരാ? ഞാൻ ഇവിടെ ഉണ്ടല്ലോ. അല്ല, ഭാര്യയ്ക്ക് സുഖമില്ലാത്തല്ലേ, ഭാര്യയുടെ കാര്യം ആരാ നോക്കണം? ഞാൻ അവളുടെ ഭർത്താവല്ലേ, ഞാൻ നോക്കി ശരിയാവില്ലേ? അപ്പം മോള് വിടല്ലേ? മോള് പഞ്ചാബിൽ പഠിക്കാൻ പോയിക്കണ കാര്യം അറിയാലോ, അവൾ അവിടെ ആണല്ലോ. അവളുടെ കോഴ്സൊക്കെ കഴിഞ്ഞില്ലേ, പിന്നെന്താ പ്രശ്നം? അവൾക്ക് അവിടെ ഒരു ജോലി ശരിയായി, അവിടെ ജോലിക്ക് കയറി. എന്ത് ജോലി? ഒരു പ്രൈവറ്റ് കമ്പനിയിലും. അല്ല, ഇത്രയും പഠിപ്പിച്ചിട്ട് ഈ പ്രൈവറ്റ് കമ്പനിയിലൊക്കെ ജോലിക്ക് വരേണ്ട ആവശ്യമുണ്ടോ? അല്ല, സർക്കാർ ജോലി കിട്ടൂലേ? അവൾക്ക് താല്പര്യം അതാണ്, അവളത് ചെയ്യട്ടെ. അവളെന്നെ ഈ ഒരു അവസ്ഥയിൽ ഇവിടെ കൊണ്ടു നിർത്തിയിട്ട് നല്ലൊരു പയ്യനെ കണ്ട് കെട്ടിച്ചു വിട്ടാ പോരെ? എന്താ സുഗതന്റെ പ്രശ്നം? എന്താ പ്രശ്നം? ഒന്നുമില്ല. എന്റെ മോളെ കല്യാണം കഴിഞ്ഞ വിവരം താൻ അറിഞ്ഞിട്ടല്ലേ ഇപ്പൊ വന്നേ, അല്ലേ? തനിക്കതല്ലേ അറിയേണ്ടത്? കഴിഞ്ഞ എന്നാ താൻ കേൾക്കാനായിട്ട് അറിഞ്ഞില്ലെങ്കിൽ താൻ അറിയാനായിട്ട് പറയണം. എന്റെ മോള് പഞ്ചാബിൽ പഠിക്കാൻ പോയപ്പോ കൂടെ പഠിച്ച ഒരു പയ്യനോട്ട് സ്നേഹമായി അവർ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചു. ഇപ്പൊ അവൾ 6 മാസം ഗർഭിണിയാണ്. ഇനിയിപ്പോ അവൾക്ക് ജനിക്കുന്ന കുഞ്ഞ് ആണാണെങ്കിൽ ഞങ്ങൾ ഹർഭജൻ സിംഗ് എന്ന് പേരിടും, ഇനി പെൺകുട്ടിയാണെങ്കിൽ പായൽ സിംഗ് എന്ന് പേരിടും. ഇനി അതിന്റെ നൂല് കെട്ടിട്ട് തന്നെ ഞാൻ കൊണ്ടുപോകും.
ഇപ്പൊ ഇത്രയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി ബാക്കി അങ്ങോട്ടൊന്ന് സംഭവിച്ചത് ഞാൻ അറിയിക്കാം തന്നെ. ഉളുപ്പ് വേണ്ടോ, ഉളുപ്പ്. കാലത്ത് ഇറങ്ങിക്കോളും അയലോക്കത്തുള്ളവന്റെ വീട്ടിൽ എന്ത് നടക്കണമെന്ന് അറിയാനായിട്ട്. തന്നെ ഇറക്കി വിടാത്തതേ എന്റെ മര്യാദ കേട്ടോ. എന്താ സുധേട്ടാ, ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി ഇന്നലെ തുടങ്ങിയ നോട്ടാണ്. ഇത് എവിടെ പോയി കിടക്കണം നിങ്ങള്? ഞാനാ മന്മഥനൊന്ന് കാണാൻ വേണ്ടി. ആ വല്ല ചോദിച്ചാ? നീ ചോദിച്ചൊന്നുമില്ല. പുള്ളി എന്തെങ്കിലും പറഞ്ഞാ? ഒന്നുമില്ല. ഒന്നുമില്ലാന്നാ? കളിക്കല്ലേ, ഏ കളിക്കാൻ നിക്കല്ലേ. നീ പറഞ്ഞില്ലേ? എന്തു പറയണ? അപ്പൊ ചോദിച്ചില്ലേ? അത് ചോദിച്ചൊന്നുമില്ല. ചോദിച്ചിട്ടൊക്കെ ഉണ്ടാവും. പറന്ന് എന്താ സംഭവം എന്ന് പറയെങ്കിടി. എന്താണ് പറയാത്തല്ലേ? പറ. പഞ്ചാബിയുടെ കൂടെ ഒളിച്ചോടി പോയിന്ന്. ഒളിച്ചോടി പോയാ? എന്നിട്ട് 6 മാസം ഗർഭമുണ്ട്. ഇനി എന്താ 4 മാസം കഴിഞ്ഞാ പെറുക തന്നെ. ഞാനിത് കേട്ടി സംഗതി. അപ്പൊ അത് ചോദിക്കുമ്പോ പറയണ്ടേ? അപ്പൊ കളിക്കാൻ നിൽക്കുകയാണ്.